ഹായ് ഗായ്സ്, നമ്മളിന്ന് മീൻകറി അല്ലല്ലോ മീനച്ചാർ മീനച്ചാറും പിന്നെ കപ്പ വേണ്ട പുഴുങ്ങാൻ എന്തിനൊക്കെ ഇട്ടാ തേങ്ങ വേവിക്കാൻ കപ്പ വേവിച്ചതും മീനച്ചാറും ഉണ്ടാക്കാനാ പോകുന്നത്. അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണാം. അടുപ്പത്ത് വെക്കാൻ പോവാണ്. വീട്ടിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചീനി വേവിക്കുന്നതിനകത്ത് കുറച്ച് തേങ്ങ ഇടും കേട്ടോ, അരപ്പിടും കേട്ടോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അങ്ങനെ തേങ്ങ തിരിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറച്ച് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി പിന്നെ കറിവേപ്പില, പച്ചമുളക്, ജീരകം ഇതെല്ലാം കൂടെ അരയ്ക്കണം. ജാറിനകത്ത് അരയ്ക്കണം. ജാറിനകത്ത് അരയ്ക്കാൻ പോട്ടോ. വെയിറ്റ് ചെയ്യണം. ഇതാ വരുന്നു. തേങ്ങ അരച്ചു കേട്ടോ. തേങ്ങ അരച്ച് ചീനിക്കകത്തിടണം. അടുപ്പത്ത് വെച്ചു. ഗ്യാസ് ഒന്നാക്കാം. ഗ്യാസ് ഓണാക്കി. ഓക്കെ, കപ്പ വേവട്ടെ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ചീനി തിളച്ച് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. മരപ്പിട്ട് ഞങ്ങൾ ആവി കയറ്റുന്നു. എൻ്റെ അമ്മ ആവി കയറട്ടെ. നമുക്ക് കുഴക്കണം. ഇനി നമ്മളെന്താ മീനച്ചാർ റെഡിയാക്കണ്ടേ? മീനച്ചാർ റെഡിയാക്കണം. നമുക്ക് അരപ്പ് ചേർക്കാൻ അരപ്പ് ചേർക്കണം അല്ലേ? എൻ്റെ അമ്മ നല്ല കുക്കാണ് കേട്ടോ. ഞാനും നല്ല കുക്കാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്താ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളിയുടെ ഉലുവയാണ് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അത്ര മതി. ഇനി നമ്മൾ വേണ്ട മീനച്ചാർ ഉണ്ടാക്കാൻ പോകട്ടോ. മീൻ വറുക്കാൻ പോകുന്നിട്ട് മീനച്ചാർ ഉണ്ടാക്കും. ഒരു നമ്മൾ വേണ്ട മീനച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അര കിലോ മീൻ അര കിലോ ചൂര. കുഞ്ഞു ചൂരയില്ലേ കുട്ടിച്ചൂര എടുത്താട്ടോ. മുളക് പൊടി അല്ല കുരുമുളക് പൊടി ഇടുന്നു. കുരുമുളക് പൊടി. അടുത്ത മഞ്ഞപ്പൊടി. അമ്മയ്ക്ക് വീഡിയോ പിടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് അമ്മ തന്നെ ചെയ്യുക. എനിക്കും അറിയത്തില്ല. മുളക് പൊടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ കുക്കിംഗ് വീഡിയോസ്, വ്ലോഗ്, പിന്നെ ഫുഡ് ചാലഞ്ചൊക്കെ കാണാം. ഓക്കെ, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഉപ്പിട്ട് കേട്ടോ, ഉപ്പിട്ട്. അനേകം കുക്കിംഗ് വീഡിയോ വരും. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി വിനാഗിരി. ഇത് രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇച്ചിരി ഡിമ്മായിട്ടിരിക്കുന്നത്. കൈ കണ്ടെന്നും പറഞ്ഞത് ഇളക്കി അരപ്പെല്ലാം കൂടെ ചേർത്ത് 5 മിനിറ്റ് നമ്മൾ വെക്കുന്നു. 5 മിനിറ്റ് വെക്കണം കേട്ടോ. അമ്മ എല്ലാം പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല. അരപ്പ് പിടിക്കട്ടെ. അരപ്പ് പിടിച്ചിട്ട് നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കാം. ചീനിച്ചട്ടിയിലാക്കും. പഴയ ചീനിച്ചട്ടി കേട്ടോ, പുതിയതില്ല, പഴയത് തന്നെ വെക്കുന്നത്.
എണ്ണ ഒഴിക്കാൻ പോണു. എണ്ണ ഒഴിച്ചു. മീൻ വറുക്കാൻ പോട്ടോ. അയ്യോ, മീൻ വറുക്കുന്നു. മീൻ വറുക്കട്ടെ. മീൻ മൊരിയട്ടെ. ഹായ്, അങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എത്ര 1/2 കിലോ മീനാണ് എടുത്തത് കേട്ടോ. നമ്മൾ ചെറിയ 5 മിനിറ്റ് കഴിയുമ്പോൾ കോരി എടുക്കാം. ഇത്തിരി ഉണ്ടാക്കിയോളൂ. അങ്ങനെ മീൻ വറുത്ത് റെഡിയായി. കോരി എടുക്കുന്നു. നല്ല കോരി മാറ്റുന്നു. എന്താ സൂപ്പർ. കോരി മാറ്റിയാണ്. സൂപ്പർ അല്ലേ? ഇതെല്ലാം ഞാൻ അമ്മയാണ് പഠിപ്പിച്ചത്. അമ്മ ഞാനല്ലേ പഠിപ്പിച്ചേ? അമ്മ ഉറക്കെ സംസാരിക്കണം വീഡിയോയില്. ഏട്ടൻ ഇപ്പോഴും ഭയങ്കര ഭയങ്കര നാണല്ലേ, ഗട്സ് ഇല്ലെന്ന് പറയുന്നത് വീഡിയോയുടെ മുമ്പിൽ വരെ. അതുകൊണ്ട് ഞാൻ ഏട്ടനെ കാണിക്കാൻ ചേട്ടാ, നന്നായിട്ട് കാണിക്കാൻ ഞാൻ. ഏട്ടന് ഭയങ്കര നാണം പോലെ. അങ്ങനെ ഞങ്ങള് മീൻ വറുത്തെല്ലാം കോരി കേട്ടോ. അടുത്ത എണ്ണ കുറച്ച് മാറ്റിയിട്ട് അതിലോട്ട് നമുക്ക് വഴറ്റാം. മസാലകൾ എടുക്കണ്ടേ? ഓക്കെ. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ എല്ലാം വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉലുവയില്ലേ? ഉലുവയിട്ടില്ലേ? ഉലുവയിട്ട് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകല്ലായിരുന്നു മേടിച്ചില്ല കേട്ടോ. വെച്ചമുളക് മേടിച്ചില്ല. ഓക്കെ, എല്ലാം കൂടെ ഇളക്കി ഗ്യാസിന്റെ മണ്ട ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെ വേണ്ടിയിട്ടാവും നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. നമുക്ക് എണ്ണക്കകത്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വേറെ എണ്ണ വേണം മാറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ അത് വെച്ച് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റി വേറെ എണ്ണയിലെടുക്കാം. നമ്മ ഭയങ്കര വ്ളോഗറായിട്ടാ. കഴിഞ്ഞ് മൂത്തിട്ട് വിളിക്കാം. ശരി, മൂത്തിട്ട് വരാം. ഓക്കെ, നല്ല ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. അച്ചാർ റെഡി ആവാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം ഇല്ലേ അമ്മ? ഏതാനും നിമിഷങ്ങൾ മാത്രം. റെഡിയായി. നമ്മൾ 3 സ്പൂണാണ് ഇടുന്നത്. 3 സ്പൂണ് മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ പറയണ കാര്യമില്ല, അമ്മ പറയുന്നുണ്ട്. ഉപ്പ്, കുറച്ച് ഉപ്പ്. സാൾട്ട് ഫോർ ടേസ്റ്റ്. വിനാഗിരി. ഇളക്കി. മറ്റേ പിടി എന്തിയമ്മ? പിടിയിട്ട് ചെയ്യാൻ തരുന്നു. നമ്മൾ തന്നെ വറുത്ത മീൻ എടുക്കുക. അച്ചാറ് റെഡിയായി ഗൈസ്. ഓക്കെ, അച്ചാർ റെഡിയായിട്ടോ. ഞാൻ നേരത്തെ വീഡിയോസിൽ ഫ്ലാഷ് ഓണാക്കാൻ മറന്നു ഈ കുക്കിംഗ് ചാനലിൽ. സോറി, അതുകൊണ്ടാണ് ക്ലിയർ കിട്ടാൻ. അപ്പം നല്ല ക്ലിയർ ആയിട്ട് കണ്ടമ്മ. നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ. അച്ചാറുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം.
റെഡി. ഓഫാക്കാം നമുക്ക് വേറെ ഓഫാക്കി നമുക്ക് വേറെ പാത്രത്തിൽ സെർവ് ചെയ്യാം. ഹായ് കൊടു അയ്യോ എൻ്റെ ഹായ് കൊടു ഇങ്ങനെ ചാറ. ഹായ്, ഇതാണ് എൻ്റെ അച്ഛൻ. ഹായ് കൊടുച്ച അത്ര ഇരിങ്ങിയാ മതി അമ്മ. ഹായ് അമ്മ. ഹായ്. അച്ഛൻ ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എന്നുവെച്ചാ പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹായ് പറസിയ. ഹായ് 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 ഹായ്. ഓക്കെ. ഭയങ്കര ഡിസ്റ്റർബൻസ്. കുറച്ച് ഭാഗം തേച്ചിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. കൊള്ളാവോ? ഞാൻ ഉണ്ടാക്കിയതാ അതൊക്കെ. ഡിങ്കനായിരുന്നു. ഇതിൻ്റെ കൂടെ 2 കുഞ്ഞു മീനുണ്ടായിരുന്നു. ഇതിന് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടായിരുന്നു. അത് രണ്ടും ചത്തുപോയി. ഞങ്ങൾ 5 പോയിട്ട് വന്ന ശേഷം ഇങ്ങനെ ഓരോന്നോരോന്ന് ചത്ത്. എയറില്ലാതെ എനിക്കൊന്നും ശ്വാസം കിട്ടാതെ എത്തിയണമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. ഓക്കെ, കണ്ടോ നമ്മുടെ മീൻ അച്ചാറ് സൂപ്പർ അല്ലേ? മീനച്ചാറ്, ചീനി ഒരുമിച്ചെടുക്കണം. ഒരു ഐറ്റംസ് ചീനി വേവിച്ചത്. കണ്ട സൂപ്പർ അല്ലേ? എൻ്റെ അച്ഛനാണെന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം അച്ഛൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും സൂപ്പറാണോ ഇല്ലയെന്ന്. അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ. കയ്യിലെടുത്ത് എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ സൂപ്പർ. ഏട്ടാ ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട് ഏട്ടാ? നല്ല എരിവുണ്ട്. സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ. ഏട്ടൻ്റെ ഷൈയൊക്കെ മാറി കേട്ടാ. 2 മിനിറ്റ് കൊണ്ട് മാറി. വെട്ടമുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.